ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. കാരുണ്യവാനായ കർത്താവ് ഇന്നത്തെ ദിവസത്തെ നിന്നെ പ്രത്യേകമായ അഭിഷേകം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ നന്മ ആഗ്രഹിക്കുന്നവരാണ്, നന്മയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, നന്മ കാണുവാൻ സന്തോഷമുള്ളവരാണ്. നമ്മളെപ്പോഴും വിതയ്ക്കേണ്ടത് നന്മയാണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിലെയും ചുറ്റുപാടുകളിലേക്കും തിന്മയും വരാം. തിന്മ കടന്നു വരിക പിശാചിൽ നിന്നാണ്, ശത്രുവിൽ നിന്നാണ്. ഇത് രണ്ടും വരാം. പക്ഷേ തിന്മ വരുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇതിന് എന്നാ ചെയ്യണം എന്ന് നോക്കാതെ നന്മയുടെ തലത്തെ നന്നായിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം. ഇത് കർത്താവും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് പറഞ്ഞു വയ്ക്കുക കളകളുടെ ഉപമയിലാണ്. ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നു, അത് വളർന്നു വരുന്നു. ശത്രു വന്ന് കളകളും വിതച്ചിട്ട് പോയി, രണ്ടും വളർന്നു വന്നു. അപ്പോൾ വേലക്കാർ ചെന്നിട്ട് പറയുകയാണ്, നീ നല്ല വിത്തല്ലേ വിതച്ചു, പിന്നെ കളകൾ എവിടെ നിന്നുണ്ടായി? ഞങ്ങളെ പോയ കളകൾ പറിച്ചു കളയട്ടെ. അന്നേരം യജമാനൻ പറയുന്ന ഒരു വാചകമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 29-ാമത്തെ തിരുവചനമാണ്. അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരാം. നിങ്ങൾ ഈ കളകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഗോതമ്പ് മണികൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് യജമാനൻ പറയുകയാണ്, രണ്ടും ഒന്നിച്ച് വളരട്ടെ. നീ ജീവിതത്തിൽ കുറവുകൾ കാണുമ്പോൾ, രോഗപീഠകൾ കാണുമ്പോൾ, അസ്വസ്ഥതകൾ കാണുമ്പോൾ അതിലേക്ക് നോക്കിക്കൊണ്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തകർന്നു പോകേണ്ട വ്യക്തിയല്ല. അതിനപ്പുറത്തുള്ള കർത്താവിലേക്ക് നിന്റെ നോട്ടം വരണം. നന്മയുടെ ഭാഗത്തെ നന്നായിട്ട് വളർത്തിയെടുക്കുക. പ്രിയ സഹോദര സഹോദരി, നിനക്കത് സാധിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ സഹോദരനെയും ഈ സഹോദരിയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ നന്മ ആഗ്രഹിക്കുമ്പോൾ, തിന്മയുടെ സാന്നിധ്യങ്ങൾ കടന്നു വരുമ്പോൾ, കുറവുകൾ വരുമ്പോൾ അതിലേക്ക് നോക്കി ഡിം ആകാതെ നല്ലവനായ നിന്നിലേക്ക് മാത്രം നോക്കുവാനായിട്ട്, നന്മയിലേക്ക് മാത്രം നോക്കുവാനായിട്ട്, അങ്ങനെ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്നിലേക്ക് ഉയരുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഇന്നത്തെ ഈ ദിവസം ഈ വ്യക്തിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകം നിറയപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് കർത്താവെ, നിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമേ